ഹലോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് 1 വീക്കായിട്ട് ഓൺ കോൾ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം ഓഫ് കിട്ടിയപ്പോൾ ഞാൻ കരുതി എന്നാൽ കുറേ കറികൾ വെച്ച് നന്നായിട്ട് ചോറ് കഴിച്ചാലും. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു പായസവും ഉണ്ടാക്കി കേട്ടോ. ഇപ്രാവശ്യം ഞാൻ കണവ മേടിച്ചു. അപ്പോൾ അതിൽ ഒരു പൊട്ടറ്റയും കൂടെ ഇട്ടിട്ട് ഞാനൊരു കണവ തോരൻ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. സാധാരണ എനിക്ക് കണവ അങ്ങനെ അത്ര ഇഷ്ടമല്ല നാട്ടിലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങോട്ട് UAE വന്നപ്പോഴത്തേക്കും കണവയും എനിക്ക് ഫേവറേറ്റ് ആയി. കൊഞ്ചാണ് എൻ്റെ ഫേവറേറ്റ്. ഇപ്പോൾ കണവയും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ കണവയുടെ അരപ്പിനായിട്ട് തേങ്ങയും കൊച്ചുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പെരിഞ്ചീരകം, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് അരയ്ക്കും കേട്ടോ. പച്ചമുളകാണെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ പൊട്ടറ്റോനേക്കാളും ടേസ്റ്റ് വാഴയ്ക്ക ഇടുന്നതാണ് കേട്ടോ. വീട്ടിലിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം എനിക്ക് വാഴയ്ക്കില്ലാത്തതുകൊണ്ട് ഞാൻ പൊട്ടറ്റോ പിന്നെ ബാലൻസ് വന്ന് വെച്ച് ഞാനൊരു കൂട്ടുകറിയും ഉണ്ടാക്കി കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെയൊക്കെ ഓഫുള്ള ദിവസം ഇതുപോലെ എൻജോയ് ചെയ്ത് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കുമാണ് നമുക്കൊരു മനസ്സമാധാനം കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ജോലി എടുത്തിട്ട് എന്നിട്ട് എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു സുഖമാണ് കേട്ടോ. പിന്നെ ഞാൻ പായസം നാട്ടിലായിരുന്നപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് ബിരിയാണി വെച്ചിട്ട് പായസം ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇപ്രാവശ്യം പായസം വെച്ചത്. പിന്നെ ഈ പഞ്ചസാരയുടെ എനിക്കൊരു കഥ പറയാനുണ്ട് കേട്ടോ. ഞാൻ UAE വന്നിട്ട് ഒരു വട്ടം മാത്രമേ പഞ്ചസാര മേടിച്ചിട്ടുള്ളൂ. അതും 1 kg. അതെൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച പഞ്ചസാരയാണ്. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ അധികം ഷുഗർ യൂസ് ചെയ്യുന്ന ആളല്ല, അതുകൊണ്ടാണ്. അല്ലാതെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ അല്ലാതെ ഇങ്ങനെ പഞ്ചസാരയായിട്ട് കഴിക്കാറില്ല. പിന്നെ വേറൊരു കാര്യം അറിയാമോ, ഈ കറുവാപ്പട്ട ഗ്രാമ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇഷ്ടമില്ലാത്ത ആളിന് തന്നെയായിരിക്കും ബിരിയാണിയിലായാലും കറികളിലായാലും ആ കറുവാപ്പട്ട ഗ്രാമ്പ് ഫുള്ള് കിട്ടുന്നത്. എൻ്റെ അവസ്ഥ അതുപോലെയാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് ഏലക്കയുടെ തോടിടാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പായസം. ഇത് കണ്ടു. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഫുഡ്. ബൈ ബൈ.